ഈ വ്യവസ്ഥയിൽ ഇപ്പോൾ പണിയെടുക്കുന്നവരുടെ അവസ്ഥ എന്താണ്? മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കുന്നവർ ആരൊക്കെയാണ്? അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ്? അനുവദനീയമായതിൽ കൂടുതൽ സ്റ്റാഫുകളെ നിയമിച്ച് മറ്റു മന്ത്രിമാർക്ക് വഴികാട്ടിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ആകെ 30 പേരെ നിയമിക്കാൻ അനുവാദമുള്ളപ്പോൾ ഉമ്മൻചാണ്ടിക്ക് 34 സ്റ്റാഫുകളുണ്ടെന്ന് മീഡിയ ഹാൻഡ്ബുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്ന പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവാണ് മുഖ്യമന്ത്രി തന്നെ ലംഘിച്ചത്. എ കാറ്റഗറിയിൽ 17ഉം ബി കാറ്റഗറിയിൽ 13 പേരെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നിരിക്കെ 30,000 മുതൽ 60,000 വരെ ശമ്പളം കൊടുക്കുന്ന എ കാറ്റഗറിയിൽ KM മാണി 22ഉം KC ജോസഫും PJ ജോസഫും 23 പേരെയും നിയമിച്ചു. എല്ലാവരുടെയും സ്റ്റാഫിലുമുണ്ട് SLC തോറ്റവർ. ചില മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരുമൊക്കെ SLC-കാരാണ്. ഒരു SLC-കാരന്റെ ശരാശരി അടിസ്ഥാന ശമ്പളം 28,000 രൂപയും DA 10,000 രൂപയുമാണ്. ഇയാൾക്ക് HRA, CCA, സ്പെഷ്യൽ അലവൻസ് എന്നിവ വേറെയുമുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങൾ ഭൂരിപക്ഷവും ന്യൂനപക്ഷക്കാർ. ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും സാക്ഷാൽ ആദിവാസി മന്ത്രിയായാലും സ്റ്റാഫിൽ പിന്നോക്കക്കാർ 1 or 2 മാത്രം. ഉള്ളവർ തന്നെ കുക്കും പിയൂണുമാണ്. വനിതാ മന്ത്രിയുടെ സ്റ്റാഫിൽ പോലും വനിതകൾ പേരിന്. ഈ രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണ്. ഇവിടെ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് AK ആൻ്റണിക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്റ്റാഫ് ഇവിടെ കേരളത്തിലെ ഭക്ഷ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അനൂപ് ജേക്കബിന് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. 34 പേർക്ക് ചെയ്യാനുള്ള എന്ത് പണിയാണ് ആ ഓഫീസിലുള്ളത്? ഞാൻ പലപ്പോഴും ഒരു വിവരാവകാശം ചോദിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ശമ്പളത്തിൻ്റെ മാത്രം കണക്കാണ് നമ്മളീ പറയുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്റ്റാഫിലെ ഏറ്റവും വലിയ ഒരു ശക്തൻ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇന്നും അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ തുടരുന്നുണ്ട്. ഒരു കട്ടിച്ചൊരു SSLC മറ്റേ ഉള്ളൂ. 30 വർഷത്തിലധികമായി അദ്ദേഹം തുടരുന്നു. ഈ ശമ്പളം കൂടാതെ അവരുപയോഗിക്കുന്ന ഫെസിലിറ്റീസ് ഉണ്ട്. വാങ്ങുന്ന ശമ്പളം തന്നെ 1 ലക്ഷം രൂപ എടുത്ത് വരും. അതോടൊപ്പം അദ്ദേഹം പതിറ്റാണ്ടുകളായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സർക്കാർ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഈ പെൻഷൻ തന്നെ 10-30,000 രൂപ വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഇത് കുറയ്ക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ, ഈ ഒരു ദൂഷിച്ച സാഹചര്യത്തിൽ ഒരു പാർട്ടിയും തയ്യാറാകുന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ സാമ്പത്തികം മാത്രമല്ല, ഒട്ടും പ്രോഗ്രസീവ് അല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ആളുകളുടെ ജാതി തിരിച്ചുള്ള കണക്ക് അല്ലെങ്കിൽ മതം തിരിച്ചുള്ള കണക്കൊക്കെ എടുത്താൽ വലിയ രസമാണ്. നമ്മുടെ ആദ്യത്തെ ആദിവാസി വനിതാ മന്ത്രിയാണ്. അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കേവലം 3 പേരാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടത്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ 100 പുരുഷന്മാരും 25 സ്ത്രീകളുമാണെങ്കിൽ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന പേഴ്സണൽ സ്റ്റാഫിൽ 10 പേരെ എടുക്കുമെങ്കിലും പേഴ്സണൽ സ്റ്റാഫിൽ വരണ്ടേ? പേഴ്സണൽ സ്റ്റാഫിൽ സ്ത്രീകളില്ല. പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അതായത് പിന്നാക്ക വിഭാഗങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കുറവാണ്, സ്ത്രീകൾക്ക് റെപ്രസെൻറ്റേഷൻ കുറവാണ്. ഇത് വലിയ ഇതുപോലുള്ള ചർച്ച വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു സെലക്ഷൻ ആ കാര്യത്തിൽ നടത്തേണ്ടി വരും. ഒരു പ്രശ്നമുള്ളത്, യാത്ര ചെയ്യുമ്പോൾ കൂടെ പോകുന്ന പേഴ്സണൽ ക്ലാർക്ക്, അത് മന്ത്രി പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീ പേഴ്സണൽ ക്ലാർക്ക് ആകുമ്പോൾ അത് അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ത്രീകളെ ആരും ബാധിക്കുന്നില്ല. കൂടെ പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇനിയിപ്പോൾ കൂടെ പോകണ്ടെന്നാണെങ്കിൽ പോലും 4-1 സ്ത്രീകളെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫിൽ നിയമിച്ചുകൂടെ? അതെ, ആകെ വരാവുന്ന ഒരു പ്രശ്നം ഈ ഔട്ട്സൈഡ് ഓഫീസ് അവേഴ്സ് ലേറ്റായിട്ട് ഇരിക്കേണ്ടി വരുന്നത് യാത്രയ്ക്ക് പോകുന്നതുമാണ്. അത് സംബന്ധിച്ചുണ്ടെങ്കിൽ പോലും ഈ അന്വേഷിച്ചിട്ടില്ല. സ്ത്രീകൾ ഈ തൊഴിലിന് തയ്യാറാണോ എന്ന് തയ്യാറായാലും മറ്റു കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും. പക്ഷേ ആ പോസ്റ്റിലേക്ക് തന്നെ വേണമെന്നില്ലല്ലോ. ഇവിടെ ഷാജഹാൻ പറഞ്ഞതുപോലെ 29 പേരുണ്ടെങ്കിൽ 10 പേര് സ്ത്രീകളായിരിക്കണം. സ്ത്രീകൾ അതാണ് വ്യത്യാസം. ഹരിലാൽ അറിഞ്ഞോ അറിയാതെ പറഞ്ഞത് എനിക്കറിയില്ല. ടൈപ്പിസ്റ്റുകൾ എന്തായിട്ടുണ്ട്. പക്ഷേ നേരത്തെ നിങ്ങൾ കാണിച്ചില്ലേ, തൂപ്പുകാരെ കാണിച്ചില്ലേ, സെക്രട്ടറിയിലെ തൂപ്പുകാര്, അതുപോലെ ടൈപ്പിസ്റ്റുകളുടെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ 50% സ്ത്രീകൾക്ക് വേണമെന്ന് വാദിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും അവർ അധികാരത്തിൽ വരുമ്പം അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു സ്ത്രീയും ഉണ്ടാവില്ല. ഇതിൻ്റെ പരിഹാരം എവിടെ നിന്ന് ആര് തുടങ്ങും എന്നത് തന്നെയാണ് കാതലായ പ്രശ്നം. ഒരു മാറ്റം വേണം എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ സ്റ്റാഫിൽ വരുന്ന ആളുകളെ ഷുഡ് ബി ടോട്ടലി അണ്ടർ സർവൈലൻസ് ഓൾ ദറ്റ്. അവരെവിടെ പോകണം, ആരോട് ബന്ധപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് അറിയേണ്ടത്. സാർ സ്റ്റാഫിന്റെ സർവൈലൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ മന്ത്രിമാരെ തന്നെ സർവൈലൻസ് നടത്തേണ്ട അവസ്ഥയിൽ അത് തന്നെയാണ്. അതായത് ഇപ്പോൾ രാഷ്ട്രീയ അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള
ഒരു സംഭവമായിട്ട് പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിക്കും മുന്നണിക്കും തന്നെ ക്ഷീണമാണ്. ഡോക്ടർ ബാബു പോൾ പറഞ്ഞ ആ ശുഭാപ്തി വിശ്വാസത്തോടാണ് എനിക്ക് യോജിപ്പ്. ആ മാറ്റങ്ങൾ ഉണ്ടാവാതെ പിണറായി വിജയൻ ഒരു വശത്തേക്ക് അച്യുതാനന്ദനെ നോക്കിയിരിക്കുമ്പോൾ പേഴ്സണൽ സ്റ്റാഫ് നന്നാവണമെന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വല്ല കാര്യമുണ്ടോ സ്ത്രീകളെ? അതുകൊണ്ട് അവർ തമ്മിൽ ആദ്യം സംസാരിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ ഡി ബാബു പോൾ, ഡോക്ടർ കെ എൻ ഹരിലാൽ, ശ്രീ കെ എം ഷാജഹാൻ. നിയമിക്കുന്നവർ ആരായാലും നിയമിക്കുന്നത് ആരെയായാലും ജനങ്ങളുടെ പണമെടുത്താണ് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം. ഇങ്ങനെ തന്നെ പോകാനാണ് ഭാവമെങ്കിൽ ജനങ്ങൾ കയറി ഇടപെടും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.